ഒരു ബൈക്ക് 366 കിലോമീറ്റർ സ്പീഡിൽ പോകുന്നത് കണ്ടിട്ടുണ്ടോ? ലോകം മുഴുവനുള്ള ലക്ഷക്കണക്കിന് ബൈക്ക് പ്രേമികളുടെ ഹൃദയത്തുടിപ്പാണ് MotoGP. ഈ ലോകത്തെ രാജാവാണ് വാലന്റീനോ റോസി. വേഗത്തിന്റെ ഈ ലോക ചാമ്പ്യൻഷിപ്പിൽ എത്തിപ്പെടാൻ വേണ്ടി ലോകം മുഴുവൻ അനേകം കുട്ടികൾ കഷ്ടപ്പെടുന്നുണ്ട്. കൂടുതൽ റേസേഴ്സും യൂറോപ്പിൽ നിന്നാണെങ്കിലും ഏഷ്യയിലും MotoGPക്ക് വേണ്ടിയുള്ള ശ്രമങ്ങൾ കാര്യമായി നടക്കുന്നുണ്ട്. ഈ പറന്നുപോകുന്ന റേസേഴ്സിന് സത്യത്തിൽ അത്ര പ്രായമൊന്നുമില്ല, കൊച്ചു പിള്ളേരാണ്. ഇവരുടെ വീട്ടുകാരൊക്കെ ഫുൾ സപ്പോർട്ടുമായി കൂടെയുണ്ട്. ഇത് ഹോണ്ട റേസിംഗ് നടത്തുന്ന തായ്ലൻഡ് ടാലന്റ് കപ്പ്. ഇതുപോലെ റോഡ് ടു MotoGP പ്രോഗ്രാം പല രാജ്യങ്ങളിലും നടക്കുന്നുണ്ട്. ഒരു 10 വയസ്സിലെങ്കിലും പരിശീലനം തുടങ്ങിയാലേ 19-20 വയസ്സാകുമ്പോഴത്തേക്കും ലോക ചാമ്പ്യൻഷിപ്പിൽ എത്താൻ കഴിയും. ആദ്യം ഒരു റേസിംഗ് സ്കൂളിൽ പഠിച്ച് കുട്ടികൾക്ക് വേണ്ടി നടക്കുന്ന റേസിംഗ് സെലക്ഷനുകളിൽ പങ്കെടുക്കാം. ഏഷ്യ ടാലന്റ് കപ്പ്, ഒവാലെ ചാമ്പ്യൻഷിപ്പുകൾ തുടങ്ങി ഏഷ്യയിലും യൂറോപ്പിലും നടക്കുന്ന അനവധി ചാമ്പ്യൻഷിപ്പുകളിലേക്ക് സെലക്ഷന് ശ്രമിക്കാം. ചിലവേറിയ മത്സര ഇനമാണ്, പക്ഷേ എല്ലാ എക്സ്ട്രീം സ്പോർട്സും ഇങ്ങനെയൊക്കെ തന്നെയാണ്. കഴിവ് തെളിയിക്കുന്നവർക്ക് വലിയ സ്പോൺസേഴ്സിനെ ലഭിക്കും. 15 വയസ്സായാൽ FMSCI ലൈസൻസ് നേടാം. ഇന്ത്യയിൽ നടക്കുന്ന എല്ലാ മോട്ടോർ സ്പോർട്സ് മത്സരങ്ങൾക്കും ഈ ലൈസൻസ് നിർബന്ധമാണ്. ഇപ്പോൾ IPL മോഡലിൽ മോട്ടോർ സ്പോർട്സ് ലീഗുകളും തുടങ്ങിയിട്ടുണ്ട്. നല്ല റൈഡേഴ്സിന് ഭാവിയിൽ നല്ല വരുമാനം ലഭിക്കും. ഈ ചെറിയ ജീവിതകാലത്ത് ഏറ്റവും മികച്ചവരാകണമെങ്കിൽ വളരെ ചെറുപ്പത്തിലെ പ്രയത്നിച്ചു തുടങ്ങണം. ഒരു നല്ല സ്കൂളിൽ കുട്ടികളെ പഠിപ്പിക്കാൻ വലിയ ഫീസ് കൊടുക്കാൻ നിങ്ങൾ തയ്യാറല്ലേ? അതേ പണം മറ്റൊരു കാര്യത്തിന് വേണ്ടി ചിലവാക്കുന്നതാണ് നല്ലതെങ്കിൽ പിന്നെ എന്തിനു മടിക്കണം? 14 വയസ്സുകാരനായ ക്രിക്കറ്റ് താരം വൈഭവ് സൂര്യവംശിക്ക് കോടികൾ മൂല്യമുണ്ടാകുന്നത് വളരെ ചെറുപ്പത്തിൽ തുടങ്ങിയ ചിട്ടയായ പരിശീലനം കൊണ്ടാണ്. ഞാൻ സ്കൂളുകൾക്കെതിരല്ല. ഒരു കുട്ടിയെ ഈ സമൂഹത്തിൽ ജീവിക്കേണ്ടത് എങ്ങനെയെന്ന് പഠിപ്പിക്കാൻ സ്കൂളുകൾക്ക് കുറെയൊക്കെ സാധിക്കും. പക്ഷേ അറിവ് പകരാൻ ഇന്നത്തെ സാധാരണ സ്കൂളുകൾക്ക് കഴിയുന്നില്ല. ഇന്ന് കുട്ടികളെ കൂടുതലും സ്വാധീനിക്കുന്നത് ഡ്രാമകളും നെറ്റ്ഫ്ലിക്സ് സീരീസുകളുമല്ലേ. ഇന്നത്തെ കുട്ടികൾ പല കാര്യങ്ങളിലും നമ്മേക്കാൾ ലോകവീക്ഷണമുള്ളവരാണ്. ഓരോ വർഷവും മൊബൈൽ ഫോൺ അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുന്ന ഈ ലോകത്ത് കുട്ടികൾ സ്കൂളിൽ പഠിക്കുന്നത് 10-15 വർഷങ്ങൾ പഴയ പാഠഭാഗങ്ങളാണ്. അത് അവരിൽ ഒരു എക്സൈറ്റ്മെന്റും ഉണ്ടാക്കുന്നില്ല. ഞാൻ മോട്ടോർ സ്പോർട്സിനെ കുറിച്ച് പറഞ്ഞത് എനിക്ക് അല്പം അറിയാവുന്ന മേഖല അതായതുകൊണ്ടാണ്. പക്ഷേ മൊത്തത്തിൽ ഞാൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് നിങ്ങൾക്ക് പിടികിട്ടിയെന്ന് കരുതുന്നു.